പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ പറയുന്നത് കുടുംബമാണ് പ്രഥമ വിദ്യാലയമെന്ന്. കുടുംബത്തിൽ നിന്നാണ് സ്നേഹം പങ്കുവയ്ക്കുവാനും അതുപോലെ തന്നെ മറ്റൊരാളെ സഹായിക്കാനുള്ള പഠനം ആദ്യമായി ലഭിക്കുന്നത്. കുടുംബത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ സന്ദേശമാണിത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ കുടുംബജീവിതത്തിൻ്റെ നിയമ സംഹിതയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിൽ 22, 23, 24 വാക്യങ്ങൾ ഭാര്യമാരുടെ ചുമതലയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനിലൂടെ ഈശോ സംസാരിക്കുന്നതാണ്. 22-ാം വാക്യം, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. 23-ാം വാക്യം, ക്രിസ്തു സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. 24-ാം വാക്യത്തിൽ പറയുന്നു, സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഭർത്താക്കന്മാരുടെ ചുമതലയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ ഈശോ സംസാരിക്കുന്നതാണ്. 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. 28-ാം വാക്യം, ഭർത്താക്കന്മാരെ ഭാര്യമാരെ നിങ്ങൾ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. 26-ഉം 27-ഉം വാക്യങ്ങൾ എങ്ങനെയാണ് ഈ സ്നേഹം? ക്രിസ്തു സഭയെ വിശുദ്ധീകരിച്ചതുപോലെ കറയോ ചുളിവോ കുറവുകളോ ഇല്ലാതെ അവളെ മഹത്വപ്പെടുത്തിയതുപോലെ ഭാര്യമാരെ കളങ്കരഹിതയും പരിശുദ്ധയുമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 33-ാം വാക്യം എല്ലാത്തിൻ്റെയും സംഗ്രഹമാണ്. ഓരോ വ്യക്തിയും തൻ്റെ ശരീരത്തെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യമാരാകട്ടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുകയും വേണം. യേശു ഫരിസേയർക്ക് വിവാഹ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന രംഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. അവർ അവനോട് ചോദിച്ചു, വിവാഹം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതാണല്ലോ നല്ലത്. യേശു അരുൾ ചെയ്തു, കൃപകൾ ലഭിച്ചവർക്കല്ലാതെ ഈ ഉപദേശം സ്വീകരിക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ല. യേശു തുടർന്ന് അരുൾ ചെയ്തു, ഷണ്ഠന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഠരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഠന്മാരെ ആയിത്തീരുന്നവരുമുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.